സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് എനിക്ക് സ്ത്രീകളിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് മഗ്ദലക്കാരത്തി മറിയ. ഒരിക്കൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ സന്ദേശത്തിന്റെ മറ്റൊരു ഭാഗം തൊട്ടിരുന്നു. പക്ഷെ ഇന്നും പരിശുദ്ധാത്മാവ് ഈ ദൂത് മറ്റൊരു ഭാഗത്ത് നിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും ദൈവത്തിന്റെ ഒരു ശബ്ദവുമായിട്ടേ നിങ്ങൾ മടങ്ങത്തുള്ളൂ. ആമേൻ, ആമേൻ. ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഈ മകൾ യേശുവോളെ വിടുവിച്ചു. ആ വിടുതലിൽ അവൾ മതിമറന്ന് തന്റെ ജീവിതത്തെ തന്നെ ബോധിച്ചതുപോലെ ജീവിച്ചില്ല. ആ വിടുതലിന്റെ ശേഷം അവൾ യേശുവുമായി സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മൾ ഇവിടെ കാണുന്ന ചരിത്രം, യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് അതിൻ്റെ 3-ാം ദിവസം രാവിലെ ഇവൾ യേശുവിന് വേണ്ടി സുഗന്ധവർഗമിടുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അകത്ത് യേശു മരിച്ചില്ലേ? അതെ, അവിടെ അകത്ത് യേശു മരിച്ചില്ല. അവിടെ അകത്ത് യേശു ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുകയാണ്. ആമേൻ. ദൈവം എന്ന് നിങ്ങളോട് തൊടും, ആഴത്തിൽ തൊടും. ജീവിച്ചിരിക്കുമ്പോഴേ ചിലർക്ക് യേശു മരിച്ചിരിക്കുക, അതുകൊണ്ട് അവര് അങ്ങ് മയങ്ങിക്കിടക്കുക. എന്നാൽ മരിച്ചിട്ടും അത് ഉൾക്കൊള്ളാതെ യേശുവിന് വേണ്ടി എന്താണ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നൊരു സഹോദരി. ആമേൻ, ആമേൻ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നത്തെ ദൂത്, ആദ്യത്തെ ദൂത് ഇതാണ് പറയുന്നത്: യേശുവിന് വേണ്ടി ഒരു ഒരുക്കം നിനക്കുണ്ടാകണം. ആമേൻ. യേശുവിന് വേണ്ടി ചിലതൊക്കെ എനിക്ക് ചെയ്യണം. യേശുവിന് വേണ്ടി എനിക്ക് ചിലതൊക്കെ ചെയ്യണം. യേശുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടണം 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 എന്നൊരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യേശുവിന് വേണ്ടി ചിലത് ചെയ്യണം, എനിക്ക് യേശുവിന് വേണ്ടി ചിലത് ചെയ്യണം. അങ്ങനത്തെ ഒരു അടുത്ത ഫേസ് നിന്റെ ലൈഫിൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടാകണം. അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഗ്ലോറിയസ് ആയ കാലം വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. ആമേൻ പറയാൻ പറ്റേ. കിട്ടണമെന്നിൽ, യേശുവിൽ നിന്ന് കിട്ടണമെന്നൊരു കാലഘട്ടമുണ്ട്. അതെ, നമ്മൾ ചിലത് കിട്ടാനാണ് ഇവിടെ വന്നത്. ഒരു സൗഖ്യം, ഒരു വിടുതൽ, കുടുംബത്തിനകത്തൊരു ഉയർച്ച, സ്തോത്രം, തലമുറയ്ക്കൊരു വിടുതൽ. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ കാലഘട്ടത്തിന് കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടം നിനക്ക് തുറന്നില്ലെങ്കിൽ നീ കുറച്ചു കഴിയുമ്പോൾ മടുക്കും. കിട്ടിയത് 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 അതിൻ്റെ അപ്പുറം കൊടുക്കാൻ വേണ്ടി ദൂതുകൾ ഇന്ന് തിരിയും. ഇതിനകത്ത് ദൂതുകൾ ഇന്ന് ചിലത് വാങ്ങാൻ വന്നെങ്കിൽ ചിലത് കൊടുത്തിട്ട് പോകാൻ. ഒന്ന് കൈകളെ അടിച്ച്, ഹേ, കാട്ടിൽ കിടന്നവൻ, ഒന്നും ഇല്ലാത്തവൻ, അപ്പൻ വേണ്ടാത്തവൻ, അമ്മയ്ക്ക് വേണ്ടാത്തവൻ, അവൻ ആർക്കും വേണ്ടാത്തവന് ദൈവം അഭിഷേകം കൊടുത്തു, ദൈവം രാജ്യത്വം കൊടുത്തു, ദൈവം പദവികൾ കൊടുത്തു. എന്നാൽ അടുത്തൊരു വാക്ക്, അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് അവൻ പറയുകയാണ്, എനിക്ക് ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത്
പകരം കൊടുക്കും? ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ ആത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ജനത്തെ നോക്കി പ്രവചിച്ചു പറയുന്നു, കിട്ടിയെങ്കിൽ അടുത്തൊരു ചിന്ത നിന്റെ മേൽ വരട്ടെ. എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്റെ യേശുവിന് വേണ്ടി? യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്ക. സമ്പത്തുള്ളവരെ, നിങ്ങളുടെ സമ്പത്ത് യേശുവിന് കൊടുക്ക. ആരോഗ്യമുള്ളവരെ, നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് കൊടുക്ക. ഇന്ന് പകൽ ചില കൈമാറ്റങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹന്നേ, നിനക്കെന്താ കൊടുക്കാനുള്ളേ? എനിക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥിച്ചു വാങ്ങിച്ച ഞാൻ ശമൂവേലിനെ ഞാൻ കൊടുക്കുകയാ. പ്രാർത്ഥിച്ചു വാങ്ങുക മാത്രമല്ല, പ്രാർത്ഥിച്ചു വാങ്ങിയതിനെ ഞാൻ കൊടുക്കുകയാ. ആമേൻ. ദാവീദേ, നീ എന്താ കൊടുക്കുന്നേ? എനിക്ക് കിട്ടിയ ആ ഉപകാരത്തിന് ഞാൻ പകരം സ്തുതി കൊടുക്കുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഇത് വാങ്ങുന്ന കാലമല്ല, ഇത് കൊടുക്കുന്ന കാലമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ദൂതിനകത്തൂടെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ചലിച്ചിരിക്കും. ഒരു നേരത്തെ ആഹാരം മാത്രമുള്ള വിധവേ, കൊടുക്കാൻ തയ്യാറായാൽ സ്തോത്രം, നിന്റെ ലൈഫിൽ അടുത്തൊരു നിറവ് പൊങ്ങി വരികയാണ്. മഗ്ദലക്കാരത്തി പറയും, കിട്ടാൻ വേണ്ടി നടന്നൊരു കാലം, പക്ഷെ ഇപ്പോഴെന്റെ സമയം കൊടുക്കാനുള്ള സമയമാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എങ്ങനെ അവൾ കൊടുക്കുന്നേ? രാത്രികൾ പകലാക്കി സുഗന്ധവർഗങ്ങൾ ഒരുക്കി യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്തൊരു ഫേസിനകത്ത് ഒരു ഭയങ്കര കർത്താവിന് വേണ്ടി ഒരു ഒരുക്കമുണ്ടാകണം. ആമേൻ പറഞ്ഞോട്ടെ, ഒരുക്കമുണ്ടാകണം. അത് സമസ്ത മേഖലയിലും ഉണ്ടാകണം. സ്തോത്രം. ഞായറാഴ്ച രാവിലെ ആകുമ്പത്തേന് ആമേൻ, അപ്പനും അമ്മയും ചവിട്ടി നിന്നെ എഴുന്നേൽപ്പിക്കരുത്. നീ രാവിലെ തന്നെ അങ്ങ് എഴുന്നേൽക്കണം. യേശുവിനെ ആരാധിക്കാൻ നിനക്കൊരു ഒരുക്കം. ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് കൈകളെ ഒന്ന് അടിച്ച് ആമേൻ പറഞ്ഞാട്ട്. കോളേജിൽ പോകാനുള്ളതിനേക്കാൾ, ജോലിക്ക് പോകാനുള്ളതിനേക്കാൾ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ നിനക്കൊരു ഒരുക്കം വ്യാപരിക്കുമ്പോൾ, ആമേൻ, ഞാൻ ആത്മാവിൽ പറയാം, ചില വാതിലുകൾ നിന്റെ മുമ്പിൽ സ്വതവേ തുറന്നിരിക്കും. ആമേൻ. അപ്പോൾ യേശുവുമായുള്ള ബന്ധത്തിൽ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, ഒന്ന്, നിങ്ങളുടെ അകത്ത് കൊടുക്കാൻ ഒരു ചിന്ത വരണം. എന്ത് കിട്ടുമെന്നല്ല, എന്ത് കൊടുക്കാം. പൗലോസൊക്കെ പറയുക, ഞാൻ കൊടുക്കാൻ തയ്യാറാ. അതിന്റെ മാക്സിമം അദ്ദേഹം പറയുക. ഇനി യേശുവിന്റെ ശരീരത്തിൽ ഏതെങ്കിലും അടിയുടെ കുറവുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ എൻ്റെ ശരീരം വരെയും വിട്ടുകൊടുക്കാൻ ഞാൻ മനസ്സാണ്. എന്തോ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ഈ ദൂതങ്ങ് കയറട്ടെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരുക്കം വേണം യേശുവുമായുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. ദാവീദ് പറയുന്ന ഒരു വാക്യതാണ്, ഞാൻ ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കുന്നു. ഞാൻ ഒരുക്കിയിരിക്കുക കർത്താവേ. ഈ മകൾ യേശുവിനോടുള്ള സ്നേഹം അവിടെ അകത്ത് കയറിയപ്പോ അവൾ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് സുഗന്ധവർഗമുണ്ടാക്കി. ദൈവം ഇടപെടും കേട്ടോ.
ഈ സുഗന്ധവർഗം ഉണ്ടാക്കുന്നതിന്റെ പിൻപിലുള്ള ഛേദോവികാരം എന്താ എന്ന് പറഞ്ഞാൽ, ഈ യേശു മരിച്ച് കല്ലറയില്ല. ഇന്ന് 3 ദിവസമായി. ആരെങ്കിലും അതുവഴി പോയാൽ ആ കല്ലറയുടെ അകത്ത് നിന്ന് ഒരു ദുർഗന്ധം വരരുത്. യേശുവിന്റെ ശരീരം മണക്കരുത്. ഞാൻ അതിനൊരു പരിഹാരമൊരുക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് പകൽ ഇങ്ങനത്തെ മറിയമാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്? സഭയുടെ അകത്ത് നിന്നൊരു ദുർഗന്ധം ഉണ്ടാകരുത്. അവന്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. ആ ശരീരം മണക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ രാത്രിയിൽ ഇടിച്ചൊരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി ഞാൻ ആ ശരീരത്തെ സുഗന്ധമിടും. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, കർത്താവിന്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന മറിയമാർ, പ്രാർത്ഥനയിൽ സൂക്ഷിക്കുന്ന മറിയമാർ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന മറിയമാർ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. സഭയുടെ അകത്ത് വരുന്ന പരാജയങ്ങളും വീഴ്ചകളും ലോകത്തിൽ മുഴുവൻ എത്തിച്ച്, ലോകക്കാരിലേക്ക് അതിനെ എത്തിച്ച്, അതിലെന്തോ വലിയ സംഭവമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മറിയ പറയുകയാണ്, ഞാൻ സുഗന്ധവർഗം ഇടുകയാ. ആ വഴിയിലൂടെ പോകുന്നവർ ആരും പറയരുത്, ഛേ മണം, ഞാൻ സുഗന്ധവർഗം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, സഭയ്ക്ക് സുഗന്ധവർഗം ഉണ്ടാക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ശ്വസിക്കാൻ പറ്റുന്നവർ കൈയടിച്ച് ആമേൻ പറ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ. അപ്പോൾ ഒന്ന്, അവൾ യേശുവുമായുള്ള ബന്ധത്തിൽ അവൾക്കൊരു ഒരുക്കമുണ്ടായിരുന്നു, കൊടുക്കാനൊരു ഹൃദയമുണ്ടായിരുന്നു. അവൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ ആരാധനയ്ക്ക് വരുമ്പോൾ അവന് കൊടുക്കാനൊരു പുതിയ സ്തുതി നിന്റെ നാവിലുണ്ടായിരുന്നോ? ഈ ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിച്ചൊരു നന്മയുമായിട്ടല്ലേ നീ ഓടി വന്നേ? കർത്താവിന് കൊടുക്കാനൊരു ഒരുക്കം. ആമേൻ പറഞ്ഞില്ലേ? കർത്താവിന് കൊടുക്കാൻ ഒരു ഒരുക്കം. അവിടുത്തതായി നമ്മൾ കാണുന്നത്, ഒരുങ്ങി വന്നവൾ ഒരു തുറന്ന വാതിൽ കാണുകയാണ്. ഈ കണ്ടത് പറയാൻ അവൾ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. നമുക്കവിടെ കാണുന്നത്, പറഞ്ഞുടനെ 2 ശിഷ്യന്മാർ ഓടുകയാണ്. അപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ നിനക്കൊരു ഓട്ടം വേണം. യേശുവിന്റെ നാമത്തിലല്ല അലസതയുടെയും മടിയുടെയും ദുരാത്മാക്കൾ ജനത്തെ വിട്ട് മാറട്ടെ, 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 മാറട്ടെ. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്ക. യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ഒരു ഒരുക്കം. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, കുറച്ച് വർഷമൊക്കെ ആയപ്പം നീ മടുത്തോ? അറിഞ്ഞ് വചനവും മർമ്മങ്ങളൊക്കെ കേട്ട് കേട്ട് നിനക്കിത് ഇത്രയുള്ളെന്നൊരു തോന്നലായോ? അതോ ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയെ പോലെ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഒരു തിടുക്കം, ഒരുക്കം നിന്റെ മേലുണ്ടോ? ഹോ, കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. എനിക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പങ്കുവെക്കുന്നവന് പരിമിതികളില്ല. അതുകൊണ്ട് അവനിൽ നിന്ന് വലിയത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞങ്ങൾക്ക് യേശുവിനെ പറഞ്ഞ് അറിയിക്കാൻ പരിമിതികളുണ്ട്.
അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് മാത്രം യേശുവിനെ അളക്കരുത്. ഇതിനേക്കാൾ എത്ര വലിയവനാണവൻ, ഇതിനേക്കാൾ എത്ര ഉന്നതനാണവൻ. കോടാനുകോടി നിത്യത മുഴുവനും അവനെ കുറിച്ച് പാടിയാലും തീരാത്ത പാട്ടിന്റെ വർണ്ണനകളുള്ളവൻ, കോടാനുകോടി നിത്യത മുഴുവനും ഉയർത്തിയിട്ടും ആമേൻ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പുകഴ്ചകളുള്ളവൻ. ആ കർത്താവിനെയാണ് ഇന്ന് പകൽ ഇവിടെ നാം ആരാധിക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ 1000 കോടി നിത്യതകളേക്കാൾ വലിപ്പമുണ്ട് യേശുവിന്. പരിശുദ്ധാത്മാവേ ഇടപെടണേ. ശ്രദ്ധിച്ചേ, യേശുവിലേക്ക് വരാൻ ഒരു ഒരുക്കം. മടുക്കരുത്. അവിടെയാണ് യേശു കർത്താവ് പലപ്പോഴും ചോദിക്കുന്നേ, നിന്റെ ആദ്യ പ്രവൃത്തി നിനക്കുണ്ടോ? നിന്റെ ആദ്യ വിശ്വാസം നിനക്കുണ്ടോ? നിന്റെ ആദ്യ സ്നേഹം നിനക്കുണ്ടോ? 3 വാക്കുകൾ പരിശുദ്ധാത്മാ പറയുന്നു. നിന്റെ ആദ്യ പ്രവൃത്തി. ആ യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ചില പ്രവൃത്തി. 2 ആദ്യ വിശ്വാസം. 3 ആദ്യ സ്നേഹം. കൈ ഉയർത്തി ആമേൻ പറ. യേശുവുമായി ബന്ധപ്പെടുമ്പോൾ നിനക്ക് ആ ബന്ധത്തിൽ ഒരു ഭയങ്കര ഒരുക്കമുണ്ടാകണം. 2 അതിലേക്കൊരു ഓട്ടം. ആമേൻ പറഞ്ഞാട്ടൊരു ഓട്ടം. മറിയയാണ് ഇത് ചെന്ന് പറയുന്നത്. അത് കേട്ട പുറകെ പിന്നെ അവർ മറിയയുടെ പുറകെയല്ല, രണ്ടുപേരും ഓടുകയാണ്. അതെ, യേശുവിലേക്കുള്ള ഫോക്കസ് ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ പിന്നെ യേശുവിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആകണം. ഈ 2 പേർ ഓടുകയാ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു ഭയങ്കര തിടുക്കം യേശുവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. 2 പേർ ഓടി. പക്ഷേ തിരുവചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ പത്രോസിനേക്കാൾ വേഗത്തിൽ വേറൊരുത്തനോടി. ഞാൻ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, എക്സ്ട്രാ മൈലേജ് ഓടണം. ചിലരെയൊക്കെ നീ മറികടക്കണം. സത്യത്തിൽ ഓടുന്ന 2 പേരാ, പത്രോസ് യോഹന്നാനുമാ ഓടുന്നേ. ഈ ദൂതനകത്തോട് ഇടപെടും ദൈവം. പത്രോസും യോഹന്നാനുമാണ് ഓടുന്നേ. സത്യത്തിൽ സ്പീഡ് കൂടുതൽ പത്രോസിനാ. കാരണം അവനൊരു സ്പീഡാ, അവന്റെ ജീവിതമേ ഒരു സ്പീഡാ. വലയെടുക്കാം, വല കളയുക, എല്ലാ പരിപാടി അവൻ ആദ്യം ചെയ്യുന്ന ആളാ. പക്ഷെ ഈ ഓട്ടത്തിൽ വന്നപ്പം പമ്മി നിന്ന ഒരു യോഹന്നാൻ മുമ്പിൽ കയറി. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവി പറയാം, നിന്റെ വീട്ടിൽ ഉള്ളവരെക്കാൾ നിനക്ക് കർത്താവിന്റെ അടുക്കൽ വരാൻ ഒരു സ്പീഡ് വർദ്ധിക്കട്ടെ. ഞാൻ ആത്മാവിൽ പറയുന്നു, പലരെയും നീ അതിജീവിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഈ ദൂതിങ്ങനെ കയറി ഇറങ്ങി പോകുക കേട്ടോ. എന്തൊക്കെയോ സംഭവിക്കും എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഓടണം. അത് മാത്രമല്ല, ഒരു എക്സ്ട്രാ മൈലേജ് നീ ഓടണം. കർത്താവുമായുള്ള ബന്ധത്തിൽ ചിലതിനേക്ക് നീ അതിജീവിച്ചോടണം. ചില വ്യക്തികളെക്കാൾ അധികം നീ പ്രാർത്ഥിക്കണം. ചില വ്യക്തികളെക്കാൾ അധികം നീ ഉപവസിക്കണം. ചില വ്യക്തികളെക്കാൾ അധികം നീ ബൈബിളുമായി ഇരിക്കണം. ചിലതിനെ അതിജീവിക്കാൻ ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം ഒരുക്കുകയാണ്. കൈ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, നിന്റെ ഓട്ടം സ്പീഡ് കൂടാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടാൻ പോകുകയാ. നിന്റെ ആരാധനയുടെ സ്പീഡ് കൂടാൻ പോകുകയാണ്. എവിടെയൊക്കെയോ ചില കാലഘട്ടങ്ങൾ അത് സ്റ്റക്കായി പോയി, അത് ഒതുങ്ങിപ്പോയി, അത് അമർന്നുപോയി. എന്നാൽ ചിലരെ നീ കടത്തിവെട്ടാൻ പോകുകയാണ്. ചിലതിനെ നീ കടത്തിവെട്ടാൻ പോകുകയാണ്. ഒരു പ്രാർത്ഥനയുടെ സ്പീഡ്
നിന്നേക്കാൾ മുന്നേ ഇറങ്ങിയ പലരെയും നീ ഓടി തോൽപ്പിക്കാൻ പോകുകയാണ്. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്ക്. നിന്നേക്കാൾ സ്പീഡുള്ള പലതിനെയും നിന്റെ വിശ്വാസം അതിജീവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓരോ സെന്റൻസും എഴുതുമ്പോൾ എത്ര മനോഹരമല്ലേ. ഓടി, വേറൊരുത്തൻ അതിന്റെ മുമ്പിൽ കയറി ഓടി. ഇപ്പൊ ഈ മുമ്പിൽ കയറി ഓടിയ പുള്ളി കല്ലറയിൽ വന്നങ്ങ് നിൽക്കുക. പുള്ളി ഓർത്ത സംഭവം ഓക്കെ എന്ന് ഓർത്തെ. ഈ ചില സമയത്ത് ചിലയിടത്തൊക്കെ നമ്മളങ്ങ് കയറി വരുമ്പം നമുക്ക് ചെറിയ അഹങ്കാരം വരും. പക്ഷെ അടുത്ത വാക്യം പറയുന്നു, ഓടി വന്ന് അവിടെ നിന്നു, പക്ഷെ പുറകെ വന്ന പത്രോസ് കല്ലറയിൽ ഇറങ്ങി. ചെറിയ ദൂതാണ്, പക്ഷെ എന്തോ ദൈവം ചെയ്യാൻ പോകുക. നീ ചിലയിടത്ത് മുമ്പിൽ വന്നെന്ന് കയറി അഹങ്കരിച്ചോണ്ടിരുന്നാൽ പുറകെ വരുന്നവൻ ഇറങ്ങും ചിലയിടത്ത്. കൈകളെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒത്തിരി നേടിയെന്നോർത്തൊന്നും അഹങ്കരിക്കാൻ വരട്ടെ. നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ആൾ അപ്പുറത്ത് കയറും. സ്തോത്രം ചെയ്തില്ല, സ്തോത്രം ചെയ്തില്ല, സ്തോത്രം ചെയ്തില്ല, സ്തോത്രം ചെയ്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ എക്സ്ട്രാ ഓടുക മാത്രമല്ല, നീ ഒരിടത്തും സ്റ്റക്കാകരുത്. നീ എന്തിനു വന്നോ അവിടേക്ക് നീ ഇറങ്ങണം. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നീ എന്തിനു വന്നോ അതിലേക്ക് നീ ഇറങ്ങണം. നീ പ്രാർത്ഥിക്കുന്നത് ഒരു വിഷയത്തിന് വേണ്ടിയല്ലേ, അതിനു വേണ്ടിയല്ലേ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചത്. നീ അതിലേക്ക് ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. പത്രോസ് പുറകെ വന്നതാണെങ്കിലും യോഹന്നാൻ സ്റ്റക്കായി നിന്നപ്പം, അഹങ്കരിച്ച് നിന്നപ്പം പത്രോസ് ഇറങ്ങി. കേട്ടില്ല? ആമേൻ പറഞ്ഞാട്ടെ. പത്രോസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിലേക്ക് പത്രോസ് ആദ്യം ഇറങ്ങി. ആ ഇറങ്ങിയിട്ട് അവിടെ ചിലത് കണ്ടു. മടക്കി വെച്ച തുണി കണ്ടു. ആമേൻ പറഞ്ഞില്ല. അത് കണ്ടു. വന്ന അതേ സ്പീഡിൽ ഇവന്മാര് തിരിച്ചു ഓടി. ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, നീ ഓടിയതും സ്പീഡിൽ ഓടിയതും ഇറങ്ങിയതും ഒക്കെ എന്തൊക്കെയോ ചിലത് നീ കണ്ടു. പക്ഷെ അവ അതുപോലെ തിരിച്ചുപോയി. ഞാൻ ചോദിച്ചോട്ടെ, നീ ഇറങ്ങിയതും ഓടിയതൊക്കെ ഈ തുണി കാണാൻ വേണ്ടിയായിരുന്നു? കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. നീ ഇറങ്ങിയതും ഓടിയതൊക്കെ ഈ തുണി കാണാൻ വേണ്ടിയായിരുന്നു. ഏതൊക്കെയോ ചെറിയ കാര്യങ്ങൾ കിട്ടിയപ്പം നിന്റെ ഒരുക്കവും കഴിഞ്ഞു, നിന്റെ ഓട്ടവും കഴിഞ്ഞു, നിന്റെ ഓവർ സ്പീഡും കഴിഞ്ഞു, നീ മടുത്ത് തിരിയുകയാ. ആമേൻ. ഇതിനകത്ത് പരിശുദ്ധാത്മാ പറയുന്നു, ആരൊക്കെയോ ഇന്നലകൾ തിടുക്കത്തിൽ ഇറങ്ങിയ പലരും ഏതൊക്കെയോ ചെറിയ ചിലത് കിട്ടി, അതിലങ്ങ് തൃപ്തരായി അവരുടെ പുറകോട്ട് തിരിഞ്ഞ് നടക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ തൃപ്തനാകരുതെന്ന് ദൈവാത്മാവ് പറയുന്നു. ഏതെങ്കിലും ഒരു ജോലി കിട്ടി, ഏതെങ്കിലും ഒരു വഴി തുറന്നു, ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു, ഏതെങ്കിലും ഒരു നന്മ കിട്ടി, മതി കർത്താവേ എന്ന് പറഞ്ഞ പാട്ടും പ്രാർത്ഥനയിൽ നിർത്തരുത്, നിർത്തരുത്. ഇതിനല്ല ദൈവം നിന്നെ വിളിച്ചത്. കൈകളെ ഉയർത്തിയാവേ. ഇവിടെയുള്ള ഈ ആലയത്തെക്കാൾ എത്ര വലുതാണ് ഈ സഭയുടെ ദർശനം. ഇവിടെ കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ നാളെ കൂടാൻ പോകുന്ന 10,000-ഓ 20,000-ഓ പേരെക്കാൾ എത്ര വലുതാണ് നിങ്ങളുടെ മേൽ ദൈവം ഏൽപ്പിച്ച സ്വപ്നം.
പിശാചെന്നും നമ്മളെ ഈ നമ്മുടെ ട്രാക്കിനെ തെറ്റിക്കാൻ നോക്കും. പത്രോസിനെ വലിയൊരു ഉണർവിന് വേണ്ടിയാ ദൈവം വിളിച്ചേ. പത്രോസിനെ വലിയൊരു ഉണർവിന് വേണ്ടി വിളിച്ച് 3000 പേർ രക്ഷിക്കപ്പെട്ടു, 5000 പേർ രക്ഷിക്കപ്പെട്ട് അങ്ങനെ യെരൂശലേമിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് കുറെ പേർ കഞ്ഞിയുടെ കാര്യത്തിൽ വഴക്കുണ്ടാക്കി. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിന്റെ ദർശനത്തിലേക്കുള്ള യാത്രയിൽ ചെറിയ ചില പ്രശ്നങ്ങൾ പിശാച് കൊണ്ടിടുമ്പോ നമ്മൾ അതിന്റെ പുറകെ പോകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിന്റെ പുറകെ പോകരുത്. ദൈവം നിന്നെ എന്തിനു വേണ്ടി കണ്ടോ അതിനകത്ത് ഉറച്ചു നിൽക്കാൻ ഒരു ദൈവകൃപ നിനക്ക് വേണം. കൈകളെ ഉയർത്തിക്കൊണ്ട് ആമേൻ പറഞ്ഞേ. അടുത്ത ദൂത് ശ്രദ്ധിച്ചേ. ഒരുങ്ങി വന്നവൾ, അടുത്ത വാക്യത്തിൽ നോക്കിയാൽ അവൾ ഒത്തിരി പുറകോട്ട് മാറിയിട്ടുണ്ട്. പത്രോസ് ഓടിക്കയറി, അതിനെ അതിജീവിച്ച് യോഹന്നാൻ ഓടിക്കയറി. ദേ അവർ കണ്ടു മടങ്ങുന്നു. പക്ഷെ ദേ ഒരുവൾ അവിടെ കാത്തിരിക്കുകയാണ്. വളരെ ലളിതമായ ദൂത, കാത്തിരിക്കുകയാണ്. നിനക്ക് പോകണ്ടേ? ഇല്ല, ഞാൻ ചിലതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? പരിശുദ്ധാത്മാവ് ഇന്ന് ആഴത്തിൽ നിങ്ങളോട് പറയുന്ന ദൂതുകൾ ശ്രദ്ധിച്ചോണം. ചിലയിടത്തൊക്കെ നീണ്ട നാളുകളുടെ കാത്തിരിപ്പ് നിനക്ക് ആവശ്യമുണ്ട്. ദൂതുകൾ തിരിയും. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞേ. വേദപുസ്തകത്തിനകത്ത് ഈ കാത്തിരിപ്പുകൾ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. നമുക്കെല്ലാം ക്ഷമയില്ലാത്തൊരു കാര്യമാണ് ഈ കാത്തിരിപ്പ്. ഏതിനും ദൈവത്തിന്റെ സമയമുണ്ട്. ചിലപ്പോ നമ്മൾ അതിന്റെ തൊട്ട് അടുത്ത് വെച്ച് നമ്മുടെ അപ്പന്മാരൊക്കെ പറയത്തില്ലേ, കൊട ഉടയ്ക്കുന്ന പോലെ അങ്ങ് ഉടയ്ക്കും. നമ്മളൊക്കെ അങ്ങ് ഭയങ്കര ബിസിയാ. നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റില്ല. ഏതെങ്കിലും ചെറുതൊക്കെ നമുക്ക് ലഭിച്ചാൽ നമ്മളങ്ങ് ഓട്ടവാ. പക്ഷെ ദേ ഒരു മറിയ കാത്തിരിക്കുകയാണ്. നിന്റെ അകത്ത് എരിയുന്ന തീയുടെ ഒത്തവണ്ണം നിന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ കാത്തിരിക്കണമെന്ന് തന്നെയാണ്. എനിക്ക് എങ്ങനെയാ ഈ ദൂതുകൾ നിങ്ങളുടെ അകത്തോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്? യേശുവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നാട് മുഴുവൻ വിടുവിക്കപ്പെടണം, വീട്ടുകാരെ മുഴുവൻ സ്നാനപ്പെടുത്തണം, വലിയ ഉണർവിന് വേണ്ടിയൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് തീ പിടിച്ചിറങ്ങിയിട്ട് ഒരു ചെറിയ 2 നിലയുടെ വീട് കിട്ടിയപ്പം, ഒരു വണ്ടി കിട്ടിയപ്പം ആള് സെറ്റായി. നീ ഇറങ്ങിത്തിരിച്ച നിന്റെ അകത്ത് കത്തിയ ആ തീ അതിനൊത്തവണ്ണം എത്തുന്നവരെയും നിനക്കൊരു കാത്തിരിപ്പ് ആവശ്യമുണ്ട് കേട്ടോ. കൈ ഉയർത്തി ആമേൻ പറഞ്ഞേ. കർത്താവേ സംസാരിക്കണേ. ഞാൻ എപ്പോഴും പറയുന്നൊരു ദൂതുണ്ട്. എന്തിനാണ് ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതിനകത്തൊന്ന് നിന്നെ സഹിഷ്ണുത പഠിപ്പിക്കണം, നിന്നെ കരുത്തനാക്കണം, നിന്നെ ഉറപ്പിക്കണം. ഞാൻ തുടർമാനമായി പങ്കുവെക്കുന്ന ഒരു ദൂത് നിങ്ങൾക്ക് തരാം. എന്തിനാണ് ഈ അബ്രഹാമിന് ദൈവം ഒരു ഇസഹാക്കിനെ കൊടുക്കാൻ 25 വർഷം എടുത്തേ? ഒരു സെക്കൻഡ് കൊണ്ട് കൊടുക്കത്തില്ലേ? ഒരു ദിവസം കൊണ്ട് ഈ ആകാശത്തെ മുഴുവൻ സൃഷ്ടിച്ച്, നക്ഷത്രങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച്, പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയത് ഒരു ദിവസം കൊണ്ടാണ്. അത്ര ഉണ്ടാക്കിയ ദൈവത്തിന് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഒരു ഇസഹാക്കിനെ ഉണ്ടാക്കാൻ പറ്റില്ലേ?
പക്ഷെ ഈ ഇസഹാക്കിനെ അബ്രഹാമിന് കിട്ടുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. ഹല്ലേലൂയ. ഒരിടപെടലുണ്ട്. എന്താ ഈ താമസം? കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഇതാണ്: ദൈവത്തിനൊരു ഇസഹാക്കിനെ ഉണ്ടാക്കാനല്ല താമസം, ദൈവത്തിനൊരു അബ്രഹാമിനെ ഉണ്ടാക്കാനാ താമസം. ഈ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു അബ്രഹാമില്ലേ, ആ അബ്രഹാമിനെ ഉണ്ടാക്കണമെങ്കിൽ ദൈവത്തിന് വർഷങ്ങളെടുക്കും. അതിന്റെ അർത്ഥം നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ അല്ല ദൈവം താമസിപ്പിക്കുന്നത്, ആ വാഗ്ദത്തമുള്ള നിന്നെ ദൈവ ഹൃദയത്തിനൊത്തവണ്ണം പണിതെടുക്കാനാണ് ദൈവം താമസിപ്പിക്കുന്നത്. കൈകളെ ഉയർത്തിക്കോ, ആമേൻ പറഞ്ഞോ. ആമേൻ. ദൈവത്തിന്റെ 25 വർഷത്തിന്റെ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും ഇസഹാക്കാണെന്ന് പറയും. പക്ഷെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും ദേ അബ്രഹാമാ. അതെന്താ? ഞങ്ങളൊക്കെ പ്രസംഗിച്ച് നിങ്ങളുടെ കണ്ണുകളെ നനയിപ്പിച്ചൊരു ദൂതുണ്ട്. ഏതാ ദൂത്? മോറിയ മലയിലേക്ക് അബ്രഹാം കയറിപ്പോകുന്നു. തലയിൽ ഭാരം, ഹൃദയത്ത് ഭാരം, കരഞ്ഞോണ്ടാണ് അബ്രഹാം പോകുന്നേ. ആറ്റുനോറ്റിരുന്ന ഒരു കുഞ്ഞിനെ യാഗം കഴിക്കാൻ പറഞ്ഞതിന്റെ സങ്കടത്തിൽ കണ്ണ് തിരുമ്മിക്കൊണ്ടാ പോകുന്നേ എന്നാ ഞങ്ങൾ പ്രസംഗിച്ചേ. അപ്പൊ നിങ്ങൾ കരയാനും തയ്യാറാവും. സത്യത്തിൽ അങ്ങനെയാണോ? നിങ്ങൾ പിണ്ടുന്നില്ല, അങ്ങനെയാണോ? ഉറക്കെ പറ. പിന്നെ എന്തിനാ നിങ്ങൾ കരഞ്ഞേ? അത് പണ്ട് ഒത്തിരി സിനിമയൊക്കെ കണ്ട് ആ ഒരു ഫീലിംഗ് കിടക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് കരഞ്ഞു പോവാ. അങ്ങനെയൊന്നും അല്ല. ആ മോറിയയിലേക്ക് കയറുന്ന അബ്രഹാമിന്റെ തൊണ്ട ഇടറിയിട്ടില്ല, കണ്ണ് നനഞ്ഞിട്ടില്ല. ആമേൻ. 3 ദിവസം മുമ്പ് കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി പോകുമ്പോ പുറകോട്ടൊരു ചുവടില്ല. ഇറങ്ങിയതിനെ കാട്ടിലും അവന് സ്പീഡാ. ആമേൻ. നിങ്ങൾ കേട്ടോ? 3 ദിവസം നടന്നിട്ടും തീരുമാനം മാറിയിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ ശബ്ദം ഇടറുന്നില്ല, കണ്ണ് നനയുന്നില്ല, കാലുകൾ വേച്ചുന്നില്ല. സ്തോത്രം. ആ മലയിലേക്ക് കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന, അപ്പാ വിറകൊണ്ട് കത്തിയുണ്ട്, യാഗമൃഗം എവിടെ? വേദനിച്ചല്ല, ഉറപ്പായിട്ട് പറയുന്നു യഹോവ യീരേ. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ദൂതനെ നിങ്ങൾ ആമേൻ പറയണം. ശ്രദ്ധിച്ചു കേട്ടോ? ആ അബ്രഹാമിനെ നോക്കി പറയുന്നത്, ഇങ്ങനെ ഒരെണ്ണത്തെ ഉണ്ടാക്കാനാണ് ഞാൻ 25 വർഷം എടുത്തേ. ചെറിയൊരു മൂക്കിപ്പനി വരുമ്പോഴേ പ്രാർത്ഥനയെ മാറ്റിവെച്ച് സിയോൻ ഗീതാവലി അടച്ചു വെച്ച് ഇനി പ്രാർത്ഥനയില്ലെന്ന് പറയുന്ന നിന്നെ മാറ്റണം ദൈവത്തിന്. തല പോകുന്ന വിഷയം വരുമ്പോഴും നെഞ്ചു വിരിച്ച് എന്റെ ദൈവം ദോഷമായി ഒന്നും ചെയ്യത്തില്ല എന്ന് കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി. ആമേൻ. അങ്ങനത്തെ ഒരു മനുഷ്യനെ ദൈവത്തിന് ഉണ്ടാക്കാൻ 25 വർഷം വേണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വാഗ്ദത്തം നിവർത്തിക്കാൻ അല്ല ദൈവം സമയമെടുക്കുന്നേ. ആ വാഗ്ദത്തം ചുമക്കുന്ന നിന്നെ ഉരുവാക്കാനാണ് ദൈവം സമയമെടുക്കുന്നത്. ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പോൾ നീ കരയുന്നുണ്ടോ? പിറുപിറുക്കുന്നുണ്ടോ? നിന്റെ 10 വർഷം പോയി. കേട്ടില്ല, കേൾക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇപ്പോഴും ചെറിയ, ഇന്നലെ കർത്താവ് നീ മിണ്ടിയില്ലെങ്കിൽ കഞ്ഞി കുടിക്കത്തില്ല, നീ കഞ്ഞി കുടിക്കാൻ ജാഗത്തേ ഉള്ളൂ. കർത്താവിനെ പേടിപ്പിക്കുന്ന എല്ലാം മാറട്ടെ. ഇന്നും പിണങ്ങിയാണോ ഇരിക്കുന്നേ? 10 വർഷം പോയി. പക്ഷേ അത്രയും പ്രതിസന്ധിയുടെ നടുവിലും ഇന്ന് ഇവിടെ വന്ന ദൈവം നല്ലവൻ.
കരങ്ങളെ ഒന്ന് തട്ടി ദൈവമക്കളൊന്ന് ആരാധന കൊടുക്കുക. എല്ലാ പിറുപിറുപ്പുകളും എല്ലാ അസൂയകളും ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. നിന്റെ പണിയപ്പെടൽ താമസിക്കും തോറും നിന്റെ വാക്തത്വങ്ങളും താമസിക്കും. ചെറിയ ചിലതിൽ നിങ്ങൾ തൃപ്തരാകരുത്. നിങ്ങൾ എന്തിനിറങ്ങി തിരിച്ചതോ അത് വെളിപ്പെടുവാൻ കാത്തിരിക്കുക. വേറൊന്ന് അതിന്റെ അടുത്ത് കിട്ടിയാൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്. പത്രോസ് ഒരു തുണി കണ്ട് തൃപ്തനായി. പക്ഷേ മറിയ പറയും, നോ, ഞാൻ രാവിലെ ഒരുക്കി ഉണ്ടാക്കിയ സുഗന്ധം ഈ പാഴ് തുണിയിൽ ഇടാനുള്ളതല്ല. എന്റെ കാത്തിരിപ്പ് വേറൊരുവിന് വേണ്ടിയാ. നിങ്ങൾ മിണ്ടുന്നെങ്കിലും ആമേൻ പറഞ്ഞേ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീ ഇവിടെ വന്ന് ആരാധിക്കുന്ന നിന്നെ കാണുമ്പം എനിക്ക് സ്തോത്രം പറയാൻ പറ്റും. ആ വഴി തുറക്കാഞ്ഞിട്ടും നീ ഇവിടെ വന്ന് പാട്ട് പാടുന്നില്ലേ? ആ വാതിൽ തുറക്കാഞ്ഞിട്ടും നീ ഇന്നും ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നില്ലേ? സ്തോത്രം, സ്തോത്രം. നീ മടുക്കാതെ ഇന്നും തിടുക്കത്തോടെ ഓടി വരുന്നില്ലേ? നിന്റെ മേലാണ് കരുത്ത് വ്യാപരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, മറ്റൊന്നും കൊണ്ടും തൃപ്തി വരാൻ കഴിയാത്തൊരു ഹൃദയം നിന്റെ അകത്ത് വ്യാപരിക്കണം, 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 വ്യാപരിക്കണം. എന്തോ ചിലരെ ദൈവം ബലപ്പെടുത്തുന്നു. ചിലർ ചോദിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായില്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായില്ലേ? നീ പറയണം, നല്ലത് വരുന്നു, നല്ലത്, നല്ലത് വരുന്നു. കൈകളെ ഒന്ന് ഉയർത്തി യേശുവേ. കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു ഒരുക്കം നിനക്ക് വേണം. കർത്താവുമായുള്ള ബന്ധത്തിൽ നിനക്കൊരു ഓട്ടം വേണം. കർത്താവുമായുള്ള ബന്ധത്തിൽ നിനക്കൊരു കാത്തിരിപ്പ് വേണം. വളരെ ലളിതമായ വചനം, കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ഒരാമയും പറഞ്ഞോട്ടെ, കരഞ്ഞോണ്ട് കാത്തിരിക്കുക. ഇതിനകത്ത് ചിലർ എന്തൊക്കെയോ ചിലത് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അത് വെറും സമ്പത്തോ സൗകര്യങ്ങളൊന്നും അല്ല. തീവ്രമായ ചില ആഗ്രഹങ്ങളുമായി ചിലർ ഇവിടെ കാത്തിരിപ്പുണ്ട് കേട്ടോ. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ ദൈവത്തെ സ്തുതിച്ചു. കൂടെ ഇറങ്ങി തിരിച്ച പലരും പിന്മാറിപ്പോയി. പക്ഷേ മറിയ കാത്തിരിക്കുകയാ. നിന്റെ കൂടെ ഇറങ്ങിയ പലരും പിന്മാറിയെന്നോർത്ത് നീ പിന്മാറിയരുത് കേട്ടോ. കാരണം അവർക്കല്ല ദർശനം, നിനക്കാണ് ദർശനം. അവരല്ല സുഗന്ധവർഗം ഒരുക്കിയത്, നീയാണ് ഒരുക്കിയത്. ആരെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പോയെന്നോർത്തുകൊണ്ട്, ആരെങ്കിലും പിന്തിരിഞ്ഞെന്നോർത്തുകൊണ്ട് നീ പിന്തിരിയരുത്. കർത്താവിനോട് പറയുന്നു, നീ ഉറച്ചു നിന്നോണം. കർത്താവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, ചിലർ പിന്മാറിയതോർത്ത് നീ തളർന്നിരിക്കുകയാണെങ്കിൽ കർത്താവ് എന്നോട് പറയുന്നു, കാത്തിരിക്കുക. ചില സമയങ്ങൾ കഴിയുമ്പോൾ ചരിത്രം തിരിയും. പോരാ, ചരിത്രം തിരിയും. ഹല്ലേലൂയ. അവൾ കരഞ്ഞുകൊണ്ടേ അവിടെ നിൽക്കുമ്പോൾ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ്, സ്ത്രീയേ, നീ കരയുന്നത് എന്താ? ഞാൻ എല്ലായ്പ്പോഴും പ്രസംഗിച്ച കാര്യമാണ്. കല്ലറ കണ്ടു, അവൾ തൃപ്തനായില്ല. മടക്കി വച്ചിരിക്കുന്ന തുണി കണ്ടു, അവൾ തൃപ്തയായില്ല. ദൂതനെ കണ്ടു, അവൾ തൃപ്തയായില്ല. ദൂത് കേട്ടു, അവൾ തൃപ്തയായില്ല. കാരണം അവിടെ അകത്ത് ഇറങ്ങിത്തിരിച്ചത് കാണാനുള്ളൊരു കൊതി. ആമേൻ പറഞ്ഞേ. നീ ഇന്നലകളിൽ ഇറങ്ങിത്തിരിച്ച ആ ദർശനം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ പൊടി തട്ടി എടുക്കണം.
ആമേൻ പറഞ്ഞേ. പൊടി തട്ടി എടുക്കണം. എന്തോ ഒരു അഭിഷേകം അടമേലുണ്ട്. ഒരു തുറന്ന വാതിൽ കണ്ടിട്ട് അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ചില മടക്കി വെച്ച തുണി കണ്ടിട്ട് അവൾ പിന്മാറാൻ തയ്യാറായില്ല. ദൂതനെ കണ്ടിട്ട് അവൾ പിന്മാറാൻ തയ്യാറായില്ല. ദൂത് കേട്ടിട്ട് അവൾ പിന്മാറാൻ തയ്യാറായില്ല. കാരണം ഇതിന്റെ മുകളിലാണ് അവിടെ ദർശനം. പൗലോസിന്റെ വാക്കിൽ ഞാൻ പറയാം, ദൂതിന്റെ മുകളിലായിരിക്കണം നിന്റെ ദർശനം. അഗബോസ് കയ്യിലുള്ള ഒരു റൂമാലെടുത്ത്, അല്ലെങ്കിൽ പൗലോസിന്റെ റൂമാലെടുത്ത് കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരൂശലേമിൽ ബന്ധിക്കപ്പെടും എന്നൊരു ദൂത് പറഞ്ഞപ്പോ, സ്തോത്രം കർത്താവേ, ഞാൻ മക്കതോനിക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ പുള്ളി. പുള്ളിയുടെ ദൂത്, പുള്ളി കേട്ട ദൂതിനേക്കാൾ വലുതാണ് തന്റെ അകത്തുള്ള യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനം. ചില പ്രതിസന്ധികൾ വരുമെന്നോർത്ത് നീ വഴിവിട്ട് പോകരുത്. നിന്റെ ദർശനത്തിന് വേണ്ടി നിന്നോണം. സകല കാറ്റിനെയും കോളിനെയും തിരമാലയെയും പെരുവെള്ളത്തെയും മഴവെള്ള പാച്ചിലിനെയും നീ അതിജീവിച്ച് നിന്റെ ദർശനത്തെ നീ നിവർത്തിച്ചിരിക്കും. കൈകളെ ഉയർത്തി ആമേൻ പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. അവൾ കാത്തിരിക്കുമ്പോൾ യേശു അവളെ വിളിക്കുക, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അടുത്ത വാക്ക് അവൾ ഓർത്തത് തോട്ടക്കാരനായിരിക്കുമെന്ന് പറഞ്ഞ് അവൾ പറയാ, യേശുവിനെ എവിടെ വെച്ചിരിക്കുന്നേ? ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. എന്താ എൻ്റെ അർത്ഥം? യേശുവിന് വേണ്ടി ആരും ഇല്ലെങ്കിലും ഞാൻ യേശുവിന് വേണ്ടിയുണ്ട്. ഞാൻ എടുത്തോളാം അവനെ. 33.5 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ അവിടെ അകത്തുള്ള യേശുവിനോടുള്ള സ്നേഹം എത്ര ഭയങ്കരമാണ്. ഞാൻ എടുത്തോണ്ട് പോക്കോളാം. ഈ കർത്താവുമായിട്ട് സ്നേഹത്തിൽ വട്ടുപിടിച്ച ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുമ്പോഴേ സാഹചര്യങ്ങൾ തിരികത്തുള്ളൂ. കർത്താവേ സംസാരിക്കണം. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. യേശുവാണെന്ന് അവക്ക് മനസ്സിലാകാതെ ഒരു തോട്ടക്കാരനാണെന്നോർത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ മനസ്സിലായി, ഇനി അവളോട് ഒത്തിരി കാര്യം പറഞ്ഞ അവളെ ശ്വാസം മുട്ടിച്ചാവും. യേശു അവളെ വിളിച്ചു, മറിയേ. ആമേൻ പറഞ്ഞില്ല? മറിയേ, നിന്റെ ശക്തിയുണ്ടല്ലോ, അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി അവൾ ചങ്കുപൊട്ടി ചാകുമെന്ന് മനസ്സിലായപ്പോൾ യേശു അവളെ വിളിക്കുകയാണ്, മറിയേ. അടുത്ത വാക്ക് കേട്ടോ, അടുത്ത വാക്ക് കേട്ടോ. അവൾ ഓടി റബുനി എന്ന് പറഞ്ഞ് യേശുവിനെ കയറി പിടിക്കാൻ പോവുകയാണ്. എൻ്റെ ദൂതിലേക്ക് ഞാൻ വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നേ. കേട്ടെ, ദൂതിലേക്കാ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നേ. ഉടനെ യേശു പറയാണ്, എന്നെ തൊടരുത്. കേട്ടില്ല, കേട്ടില്ല, എന്നെ തൊടരുത്. ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. ഒരാമയും പറഞ്ഞട്ടെ, എന്നെ തൊടരുത്. ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. അതെന്താ ദൂതിന്റെ അർത്ഥം കേട്ടോ? കർത്താവേ, ദൂത് ഇറങ്ങണേ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. എനിക്ക് ദൂതം നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരാനൊരു കൊതി. യേശു പറയാണ്, എന്നെ തൊടരുത്, അല്ലെങ്കിൽ എന്നെ പിടിച്ചു വെക്കരുത്. ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ നീ കരഞ്ഞോണ്ടിരുന്നത് കൊണ്ട് എനിക്ക്
പിതാവിനെ കാണാൻ പറ്റത്തുമില്ല, നിന്നെ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റും. കേൾക്കണം, 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 കേൾക്കണം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ എനിക്കിതൊന്ന് പറയാൻ ഒരു ദൈവകൃപ വേണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവൾ രാവിലെ കല്ലറയിൽ വന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കല്ലേ. അപ്പൊ യേശു ഇവൾ കല്ലറയ്ക്ക് വരുന്നതിന് മുമ്പേ ഉയർത്തെഴുന്നേറ്റതല്ലേ? കേട്ടില്ല, കേട്ടില്ല. ഇവൾ കല്ലറയ്ക്ക് വരുന്നതിന് മുമ്പേ ഉയർത്തെഴുന്നേറ്റതല്ലേ? ഇവൾ ഇവിടെ വരുന്നതും ഈ ഓടുന്നതും മടക്കി വെച്ച തുണി കാണുന്നതും കരഞ്ഞോണ്ട് നിൽക്കുന്നതെല്ലാം യേശു കാണുന്നില്ലേ? അപ്പൊ ഇത്രയും ഏകദേശം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയി കാണുമായിരിക്കും. ഇതിന്റെ ഇടയിൽ പിതാവിനെ കാണാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ഇവൾ കല്ലറയിൽ വരുന്നതിന് മുമ്പേ ഉയർത്തെഴുന്നേറ്റതല്ലേ? പിതാവിനെ പോയി കാണത്തില്ലേ? അപ്പോൾ എപ്പോഴാ ഈ പ്രോജക്റ്റുകൾ തിരിഞ്ഞത്? എപ്പോഴാന്നറിയാമോ? ഇവൾ എപ്പോൾ യേശുവിന് വേണ്ടി സുഗന്ധവർഗം ഉണ്ടാക്കാൻ വീട്ടിൽ തീരുമാനമെടുത്തോ അപ്പോൾ തന്നെ പദ്ധതികൾ തിരിഞ്ഞു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, നീ ഇവിടെ വന്ന് ആരാധിക്കുമ്പോൾ അല്ല പദ്ധതികൾ തിരിയുന്നത്. ഓ, നീ ഇവിടെ വന്ന് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അല്ല പദ്ധതികൾ തിരിയുന്നത്. അതിനുവേണ്ടി നീ ഒരുങ്ങുമ്പോഴേ ചില പദ്ധതികൾ തിരിയാൻ പോകയാ. കരകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ ആരാധിച്ചേ. നീ ഓർക്ക് ഈ പ്രാർത്ഥന കഴിഞ്ഞ വിടുതലെന്ന്. നോ നോ നോ, യേശു നേരത്തെ ഉയർത്തെഴുന്നേറ്റു. ഓ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നേരത്തെ ഉയർത്തെഴുന്നേറ്റിട്ടും പിതാവിനെ കാണാതെ ആ കല്ലറയിൽ എവിടെയോ ഇവൾ കാണാതെ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയാം, അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നീ കരയുമ്പോഴും, നീ പിടയുമ്പോഴും, നീ വേദനിക്കുമ്പോഴും, നീ ആകുലപ്പെടുമ്പോഴും, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴും അവൻ ഇവിടെയുണ്ട്. അവൻ കൈകളെ ഉയർത്തി ഹല്ലേലൂയ. നീ ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നോ? നീ ആരെ കാണാൻ വന്നോ? നീ ആരുടെ അടുക്കൽ ചെല്ലാൻ വന്നോ? അവൻ ഇവിടെ 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 ഉണ്ട്. അവന്റെ പ്രസൻസ് ഇതിന്റെ നടുവിൽ ഉണ്ട്. നീ കാണുന്നില്ലെങ്കിലും, നീ അറിയുന്നില്ലെങ്കിലും, നീ അവൻ തൊടുന്നില്ലെങ്കിലും അവൻ ഇവിടെ ഇവിടെ ഇവിടെ. ഓ, യേശുവിന്റെ നാമത്തിൽ അവന്റെ സാന്നിധ്യം ഈ പന്തലെ നിറയ്ക്കുകയാ, ഈ ഹോളിനെ നിറയ്ക്കുകയാ. കൈകളെ തട്ടി ഇപ്പോൾ തന്നെ അവൻ ചിലരെ വിടുവിക്കുന്നു, അവൻ ചിലരെ സൗഖ്യമാക്കുന്നു, അവൻ ചിലരെ രക്ഷിക്കുന്നു. ആമേൻ 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 ഹല്ലേലൂയ. എല്ലാവരും ആമേൻ പറഞ്ഞ ആമേൻ പറഞ്ഞ ആമേൻ. പറഞ്ഞു പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ദൈവികമായ പ്രോജക്റ്റിൽ ഇതില്ല. യേശു മരിക്കണം, ഉയർത്തെഴുന്നേൽക്കണം, പിതാവിനെ കാണണം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചരിത്രമില്ല. ഇല്ലാത്ത ഒരു സംഭവം ഒരുത്തി ഉണ്ടാക്കി. ഞാനിവിടെ പറയുന്നത് ചില ഹിസ്റ്ററി മേക്കേഴ്സിനെ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, ആമേൻ പറഞ്ഞില്ല, ആമേൻ. ഇതൊക്കെ എങ്ങനെ പ്രസംഗിച്ചാൽ ആൾക്കാർ എന്നെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ പോലും ഇല്ലാത്തൊരു പ്രോജക്റ്റായി പ്രോജക്റ്റ്. പക്ഷെ ഒരുത്തി അതിന്റെ ഇടയിലോട്ട് കയറി അങ്ങ് നിൽക്കുക.
ഏതൊക്കെയോ ചില പുതിയ കാര്യങ്ങൾ നിന്റെ സ്നേഹത്താൽ ഉണ്ടാകും. ആമേൻ 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 ആമേൻ. കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു വാക്കിൽ ഒരു വാക്കൂടെ, ഈ കർത്താവിനോടൊരു സ്നേഹം വെളിപ്പെടുമ്പോൾ ഇല്ലാത്ത ചില പദ്ധതികൾ ഉണ്ടാവും. ആമേൻ ജീസസ്. ഞാൻ പറഞ്ഞു നിർത്താം. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇത് പോരാഞ്ഞു വന്നിട്ട് ഞാൻ പുതിയതും ചെയ്യുന്നു. മറ്റൊരു വാക്ക്, ഈ ദാവീദിന് ദൈവത്തോടുള്ള സ്നേഹം അങ്ങോട്ട് കേറിയിട്ട്, എന്റെ പൊന്നെ, പുള്ളി ഒരു ദിവസം സ്നേഹം കേറിയിട്ട് മാറിയിരുന്നു ചോദിക്കും, ഇനി കർത്താവിന് എന്നാ ചെയ്യണം? അല്ല ചെയ്തു, കർത്താവിന് എന്നാ കിട്ടണമെന്നല്ല, കർത്താവിന് എന്നാ ചെയ്യണം? കേട്ടില്ല, കർത്താവിന് എന്നാ കിട്ടണമെന്നല്ല, ഇന്ന് ഞാൻ 5 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നാ കിട്ടും, അല്ല എന്ത് കൊടുക്കാം. അങ്ങനെ ഇരുന്നപ്പം പറയാണ്, ഒരാലയം അങ്ങോട്ട് പണിയാം. കേട്ടില്ല, ഒരാലയം അങ്ങ് ചേർന്ന് രാമൻ പറഞ്ഞു, ഒരാലയം അങ്ങ് പണിയാം. ഈ വാക്ക് കേട്ടപ്പം ദൈവം പോലും അതിശയിക്കുക. എന്നിട്ട് ദൈവം പറയാണ്, എനിക്കൊരു കൂടാരം വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? എനിക്കൊരു ആലയം വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? അബ്രഹാമിനോട് പറഞ്ഞോ? ഞാൻ ഇസഹാക്കിനോട് പറഞ്ഞോ? ഞാൻ മോശയോട് പറഞ്ഞോ? നോ 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 നോ, ഞാൻ ആരോടും ഇത് പറഞ്ഞില്ല. പക്ഷെ എന്റെ ദാസൻ അവൻ പറയാണ്, എനിക്കൊരു ആലയം വേണമെന്ന്. നിങ്ങളൊരു ആമേൻ പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞ ആലയം എന്ന ചിന്ത ദൈവ ഹൃദയത്തിൽ ഇല്ല. എന്നാൽ ഒരുത്തന്റെ സ്നേഹം നിമിത്തം ഉളവായി വരികയാണ് ഒരാലയം. ആത്മാവിൽ പറയാം, ചില പ്രത്യേക പദ്ധതികൾ നീ നിമിത്തം ആത്മമണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. എങ്ങനെ എനിക്കിത് പ്രസംഗിക്കണമെന്ന് അറിയത്തില്ല. നീ നിമിത്തം ചില ദൈവ പദ്ധതികൾ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. നീ നിമിത്തം ചില ദൈവ പദ്ധതികൾ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. മകളെ ഒന്ന് ചേർന്ന് പിടിച്ച് ആത്മാവിൽ ആരാധിക്കുക. ദൈവത്തിന്റെ ഹൃദയത്തിലില്ലാത്ത ആലയത്തെ സ്നേഹത്താൽ കൊണ്ടുവന്ന ഒരു ദാവീദ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിതാവിന്റെ അടുക്കൽ പോകണമെന്ന് പ്ലാൻ ചെയ്തവർ അതിനെ തെറ്റിച്ചൊരു മറിയ. ഞാൻ ഇവിടെ നിർത്താം ഈ ദൂത്. നീ കർത്താവിനെ സ്നേഹിച്ചോ? ഒന്നും നോക്കണ്ട. നീ കർത്താവിനെ കണ്ണുമടച്ച് സ്നേഹിച്ചോ? ഈ സ്നേഹം മറ്റൊന്നായി വെളിപ്പെടും. പോരാ, ഈ സ്നേഹം മറ്റൊന്നായി വെളിപ്പെടും. നിനക്ക് യേശുവിനോടുള്ള സ്നേഹം സ്വർഗമണ്ഡലത്തെ പോലും ചലിപ്പിക്കും, ആത്മമണ്ഡലത്തെ ചലിപ്പിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി തൃപ്തരായില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എഴുന്നേറ്റ്